ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ ഇറാൻ ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ്. ഇറാൻ ഉടൻ തന്നെ ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് UN കൗൺസിലിൽ അവതരിപ്പിച്ച പ്രമേയം പോലും അവർ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വീണ്ടും ഈ ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത്. UAE-യിൽ നിന്ന് ഇന്ന് പുലർച്ചെ തന്നെ ഇറാന്റെ വലിയൊരു ആക്രമണ ശ്രമമാണ് നടത്തിയതുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ദുബായ് ക്രീക്ക് ഹാർബറിന് സമീപമുള്ള അല്ലെങ്കിൽ ആ താമസ കെട്ടിടത്തിന് മുകളിൽ തന്നെ ഒരു ഡ്രോൺ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കെട്ടിടത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. ആർക്കും ഇതുവരെയും പരിക്കില്ല എന്നാണ് ദുബായ് മീഡിയ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇറാനുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബഹ്റൈനിൽ നിന്നും 4 പേരെ അടക്കം അറസ്റ്റ് ചെയ്തത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന്, രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയതിനും 4 ബഹ്റൈൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായി തന്നെ ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത്. അറസ്റ്റിലായവരാകട്ടെ 22-നും 36-നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. 25 വയസ്സുള്ള ഒരു വ്യക്തിയാകട്ടെ, അതായത് 5ാമത് ഒരാൾ വിദേശത്ത് ഒളിവിലാണ് എന്നതാണ് ഇപ്പോൾ മറ്റൊരു വിവരം വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ വലിയ രീതിയിൽ പ്രധാനമായും തന്നെ ബഹ്റൈൻ, ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തി വരികയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ 150 US സൈനികർക്ക് പരിക്കേറ്റതായി തന്നെ വ്യക്തമാക്കുന്നു.